ഞായറാഴ്ച നമുക്ക് ബീഫില്ല എന്താഘോഷം. രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി നേരെ പോയി 1 കിലോ ബീഫ് മേടിച്ച് അതിനുള്ള കുറേ സാധനങ്ങളും മേടിച്ച് നേരെ വീട്ടിലേക്ക്. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന ബീഫ് നേരെ ഒരു പാത്രത്തിലിട്ട് ഇട്ട് കഴുകൽ തുടങ്ങി. ഈ കഴുകുന്ന പരിപാടി എനിക്കായിരുന്നു. അങ്ങനെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സൈഡിൽ കൂടെ തന്നെ അമ്മ ഉള്ളി വഴറ്റാൻ തുടങ്ങി. ഉള്ളി വഴറ്റിക്കൊണ്ടിരുന്ന തന്നെ അമ്മ ഒരു ഓർഡർ ഇട്ട് പോയി തേങ്ങാക്കൊത്തിനുള്ള തേങ്ങയും പൊട്ടിച്ചുകൊണ്ട് വരാൻ. പിന്നെ നമ്മൾ പോയി ആ തേങ്ങയും പൊട്ടിച്ച് ആ തേങ്ങാ വെള്ളം കുടിച്ച് നേരെ തിരിച്ച് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴത്തേന് ഏകദേശം കറിയൊക്കെ ഒരു കളർ പരുവൊക്കെ ആയി. പിന്നെ അടുത്ത ജോലി ആ തേങ്ങാക്കൊത്തിനുള്ള കൊത്തരിഞ്ഞെടുക്കാൻ. അങ്ങനെ തേങ്ങ എടുത്തിട്ട് നമ്മൾ ഒരു മൽപ്പിടുത്തമൊക്കെ നടത്തി ആ കൊത്തു അരിഞ്ഞെടുത്ത് വീണ്ടും ഇട്ട് ഇളക്കലോടെ ഇളക്കൽ. അപ്പോഴത്തേനും അമ്മ ഈ കൊത്ത് ഞാൻ കൊണ്ട് കൊടുക്കുകയും ചെയ്താണ്ട് ആ കൊത്തിട്ട് മൂപ്പിക്കുകയും ചെയ്തു. ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ മൂപ്പുന്നുണ്ടപ്പോൾ എനിക്കൊരു ഒരു ഒരു രസം തോന്നില്ല. അന്നേരം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കറിവേപ്പില വരി അതിനകത്തോട്ടും കിട്ടും. അപ്പോഴത്തേനും ബീഫിനുള്ള മസാലയെല്ലാം വരിയിട്ട് അപ്പോഴത്തേനും ഏകദേശം അടിപൊളി മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറി. അങ്ങനെ ഇളക്കലോടെ ഇളക്കൽ. അപ്പോഴത്തേനും ഒരു സൈഡിൽ അമ്മ പാവയ്ക്കത്തോരൻ ഉണ്ടാക്കി. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിക്കാനുള്ള പരിപാടിയായി. നല്ല ചോറും ആ ബീഫും പിന്നെ ആ പാവയ്ക്കയും പിന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി കട്ട തൈരുണ്ടായിരുന്നു, കട്ട തൈര്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പിടി പിടിക്കുമ്പം സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം. അമ്പാനെ പൊളി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.